ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കല്ലട കിട്ടണത് കല്ലുരുട്ടിയൊക്കെ കിട്ടണ ഒരു സ്ഥലമുണ്ടായി. ഇവിടെ ഒരുപാട് മീനുണ്ട് കേട്ടോ. ഇതേ അതിൻ്റെ ഒരു ഗ്യാപ്പാണ്. ഞങ്ങൾ ഇതിനകത്ത് ആകെ കാടായിരുന്നു, വഴി വെട്ടിയേക്കണ ഒരു ഗ്യാപ്പുണ്ടാ. കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഒരു വഴി വെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. മീനുകൾ നിറച്ചുണ്ടാവും ഇവിടെ. രണ്ട് ചൂണ്ടാകുമ്പോൾ നേരത്തെ തൊട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള പരിപാടി ഉണ്ട്. അവിടെ കല്ലടകൾ കാര്യങ്ങളൊക്കെ പറയണുണ്ട്. കാരി കല്ലട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മൾ ചെമ്മീനുണ്ട് ഇതിന് ഇതിട്ടേക്കണേ. ഓക്കെ, ഇതിൻ്റെ തീറ്റ ചെമ്മീനുണ്ടേ. ചെമ്മീനാണ് തീറ്റ കണ്ട. ഇട്ടിട്ട് ഇഷ്ടം പോലെ കല്ലടകളുണ്ടാവും. അതിൻ്റെ ചുറ്റുപാടും നിറച്ചും കണ്ടൽക്കാട് പോലത്തെ കാടുകളുണ്ട്. പിന്നെ അപ്പുറത്ത് മറ്റേ കൈതയുണ്ട്. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് കേട്ടോ. മൊത്തം കാട് പിടിച്ചെടുക്കണ ചെടി എന്ന് പറഞ്ഞാൽ കാട് പിടിച്ചെടുക്കുന്ന ഏരിയയാണ്. അതിനകത്താണ് ഈ കല്ലടക്കൂട്ടം കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കണേ. ഇത് നമ്മൾ വെട്ടി ക്ലീനാക്കി ചെയ്തേക്കണതാണ്. ഇതേവിടെ ഒരു പരുത്തിയുണ്ട്. ആ പരുത്തിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഈ സംഭവമൊക്കെ ഇടണേ. ഇത് ഇഷ്ടം പോലെ കല്ലടയുണ്ട്. നല്ല വലിയ കല്ലടകളുണ്ട് കേട്ടോ. ഈ അനാബസ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് കല്ലട ഉണ്ട്. അത് ഒരു കല്ലട എന്ന് പറഞ്ഞ ഒരു 1/2 കിലോ 1/4 കിലോ ഒക്കെ ഉണ്ടാവും പറയുന്നത്. കല്ലടകളുടെ സങ്കേതം വെട്ടാനൊക്കെ കണ്ടത് കണ്ട. ഇവിടെ കണ്ടമാനം കല്ലടകളുണ്ട് കേട്ടാ. കല്ലട എന്ന് പറഞ്ഞാൽ കല്ലുരുട്ടി എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചെമ്മീനിട്ടുണ്ട് ഇത് പിടിക്കണേ. ഇതിന് പറ്റിയ നല്ല താപ്പുള്ള സ്ഥലമാണ്. 2 ചൂണ്ടാണ് നമ്മൾ ഇട്ട് വെച്ചാണ്. എന്നിട്ട് ഇവിടെ കൈതക്കാട് ഉണ്ടാ. ഇതിൻ്റെ അടുത്താണ് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഗ്യാപ്പിലൊരു പരുത്തിപ്പത്തിലുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് കല്ലടേനെ പൊക്കിയിട്ട് തന്നെ കാര്യമാണ്. കൊത്തണ്ണുണ്ട് കേട്ടോ. ഇന്നലെ ഇവിടെ ചൂണ്ടയ്ക്ക് വന്നപ്പോൾ ഒരുപാട് മീൻ കിട്ടി. നല്ല കാര്യമൊക്കെ സൈസ് കാര്യങ്ങളൊക്കെ കിട്ടി. കല്ലട കിട്ടി. അതായത് നമ്മൾ ഇന്നും ചൂണ്ടിടാൻ വേണ്ടി ഈ സ്പോട്ടിൽ തന്നെ വന്നേക്കാണ്ട. ഇഷ്ടംപോലെ മീൻ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. മീൻപിടുത്തം തൽക്കാലം നിർത്തി വയ്ക്കാം. നമ്മൾ കുറേ നേരം ഇട്ടിട്ട് നമ്മൾ പയ്യെ എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. അത് നമുക്ക് കിട്ടിയ മീനുണ്ട് ഈ കാണുന്നത്. മൊത്തം കല്ലടയാണ് കിട്ടിയാണ്. കല്ലുരുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനില്ലേ. നോക്കി അതിൻ്റെ സൈസ് നോക്കിക്കോട്ടെ. അതിൻ്റെ ഒരു ഇടത്തരമാണ്. ഒരു വലിയത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ ഇതിൻ്റെ സൈസ് നോക്കിയേ. വണ്ട സൈസാണ്. ഏകദേശം ഒരു 1/4 കിലോ മേപ്പർ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷെ നമ്മുടെ ഒരു കൈപ്പത്തീനേക്കാളും ഭയങ്കര വലിപ്പമുണ്ട് ഈ മീൻ കേട്ടോ. ഭയങ്കര സൈസ് മീനാണത്. നിങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ മീനൊക്കെ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ട് അതിൻ്റെ സൈസ് ഉണ്ടോ? നമുക്കവിടെ കയ്യിൽ ഒതുങ്ങില്ല. അതുണ്ടോ, ഇത് ഞാൻ ആ ബക്കറ്റിൻ്റെ ഇത് വെച്ച് കാണിച്ചു തരട്ടെ. അതിൻ്റെ സൈസ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കാണാൻ പറ്റില്ലത്. ബക്കറ്റിൻ്റെ വാവട്ടം കണ്ട. നമ്മുടെ പെയിൻറ്റ് വട്ടയുടെ വാവട്ടമാണത്. അതിൻ്റെ പെയിൻറ്റ് വട്ടയുടെ കണ്ട വട്ടം വെച്ചിട്ട് കണ്ട അതിൻ്റെ സൈസ് കണ്ട. അത്ര സൈസുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടണേ. കണ്ട എന്താ സൈസ് സാധനം നോക്കി. ഇതിനെ വെട്ടണ പരിപാടിയാണ് ഇനി സീൻ. ഈ കല്ലട തൊലി പൊളിക്കൽ ഭയങ്കര സീനാണ്. ഭയങ്കര ഉറപ്പാണ് ഇതിൻ്റെ തൊലിക്ക്. കത്രിക്ക് കട്ട് ചെയ്താൽ മാത്രമാണ് ഇതിന് തൊലി നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കത്തിക്ക് കട്ട് ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തൊലി പൊളിക്കലാണ് ഭയങ്കര റിസ്ക് പിടിച്ച പണി. ഇതിനെ പിടിക്കാനേക്കാളും ഇരട്ടി പണിയാണ് ഇതിൻ്റെ തൊലി പൊളിക്കൽ കണ്ട. എടാ ഒരു കല്ലട കിട്ടി. ഇതിൻ്റെ ഒപ്പം കിട്ടിയേക്കണ കല്ലടകളാണ് കേട്ടോ. അതും ഒരു ഇതും സൈസ് കല്ലടകൾ തന്നെ ഉണ്ടത്.
ഇതിൻ്റെ തൊലി പൊളിക്കാൻ കണ്ട ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 1/4 കിലോ മേപ്പറ ഉണ്ടെന്ന് തോന്നിട്ടേ കല്ലട. 1/4 കിലോ മേപ്പറിൻ്റെ അടുത്തുണ്ട്. 1050 വരെ 1050. ആ കല്ലട സൈസാക്കി മുളക് വരട്ടേക്കണുണ്ട് അതീ കാണണത്. ഒരു കല്ലട വെട്ടി നുറുക്കി മുളക് പറ്റിയേക്കണാണ് ഈ കാണുന്നത്. എന്തോരം നോക്കി. ഇനി അതിനെ നമുക്ക് ഫ്രൈ അങ്ങോട്ട് ചെയ്ത് നമുക്ക് പൊരിച്ചടിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കല്ലട. ഉണ്ടാ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ പൊരിച്ച് നല്ല ചോറ് കൂട്ടി കല്ലട മാത്രം മതി ഊണ് കഴിക്കാൻ. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളൊക്കെ പോയി പാടത്തൊക്കെ പോയി ചൂണ്ടിട്ടിട്ട് മീൻ പിടിച്ച് നല്ല ഫ്രൈ അടിച്ച് കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.